ഈശ്വര, അപ്പൊ അച്ഛൻ നാട്ടിലെ ബാങ്കിൽ നിന്ന് എടുത്ത 25 ലക്ഷം രൂപ അവൻ കൊണ്ടുപോയോ? വീണ്ടും പോയി ബാങ്കിൽ നിന്ന് കാശ് എടുക്കേണ്ടി വന്നതുകൊണ്ടാണോ അച്ഛൻ വൈകിയത്? അല്ല, അത്രയും പണം അക്കൗണ്ടിൽ ബാക്കി ഉണ്ടായിരുന്നോ? അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു, പക്ഷേ ആ ബ്രാഞ്ചിൽ മൊത്തം ക്യാഷും ഉണ്ടായിരുന്നില്ല. അത് ഭാഗ്യായി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പണമില്ലാതെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയത്. ഓക്കെ ഓക്കെ. ആ ശരി. ഓക്കെ ഓക്കെ. ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ? ക്യാഷ് ഇവിടെ എത്താൻ 11 മണിയെങ്കിലും ആകും. മെയിൻ ബ്രാഞ്ചിൽ ചെറിയൊരു സെർവർ ഇഷ്യൂ. അയ്യോ, 11 മണിക്ക് ഇവിടെ നിന്ന് പോയാൽ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ എത്തില്ലല്ലോ. 12 മണിക്ക് രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. പ്രശ്നമാവൂല്ലോ. മാഷ് ടെൻഷനൊന്നും ആവാതെ, ഒരു വഴിയുണ്ട്. എന്താ? മാഷിന്റെ രജിസ്ട്രേഷൻ നടക്കുന്ന സിറ്റിയിലെ ഞങ്ങൾക്കൊരു ബ്രാഞ്ച് ഉണ്ട്. മാഷിന് അവിടെ പോയി ക്യാഷ് എടുക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം. അങ്ങനെ ക്യാഷ് എടുക്കാൻ പറ്റൂ? ഒരേ ബാങ്കല്ലേ മാഷെ, കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഞങ്ങൾ എന്തും ചെയ്യും. മാഷിനും സേഫ്റ്റി ചെയ്താ 25 ലക്ഷം രൂപ ക്യാഷായിട്ട് ഇവിടുന്ന് അവിടം വരെ എത്തിക്കാനുള്ള റിസ്ക് ഒഴിവായി കിട്ടും. എങ്കിൽ ആദ്യമേ ഇത് ചെയ്താൽ മതിയായിരുന്നു അല്ലേ? എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങട്ടെ സാർ? ഒരു മിനിറ്റ്, ഞാൻ ബാങ്കിൽ കൊടുക്കാനുള്ള വൗച്ചർ തന്നുവിടാം. അവിടെ വിളിച്ചു പറയുകയും ചെയ്യാം. ഓ, ഈശ്വര, ആ ബാങ്കിൽ നിന്ന് പണമായിട്ടാണ് അച്ഛൻ ഇറങ്ങിയതെങ്കിൽ ആ മാനേജർക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത് ഭാഗ്യം. അല്ല, ബാഗ് തട്ടിപ്പറിച്ച കാര്യം പോലീസിന് അറിയിച്ചോ? ആ ഓട്ടോക്കാരൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ എന്നെ നിർബന്ധിച്ചതാ. പക്ഷെ സ്റ്റേഷനിൽ പോയാ സമയത്തിന് ഇവിടെ എത്താൻ പറ്റുമോ? ശരിയാ, നേരെ വന്നിട്ട് തന്നെ ലേറ്റേ. എന്തായാലും അനുവിന്റെ പേരിൽ വീട് വാങ്ങാൻ യോഗമുണ്ട്. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് കയറാം. എന്നാ എല്ലാരും വാ. വാ മാഷേ. വാ മക്കളെ. ഇവിടെ സൈൻ ചെയ്തു. സാക്ഷിയിലൂടെ സൈൻ ചെയ്തു. വാടക വീട് വില കൊടുത്ത് സ്വന്തമാക്കിയ വീണ്ടും ഒരു പാലുകാച്ചലൊക്കെ നടത്തണ്ടേ ഭാനുവമ്മേ? ഇനി അനന്തം മാഷും മക്കളുമാണ് ഇതിന്റെ ഉടമസ്ഥരെന്ന് 4 പേര് അറിയണ്ടേ? ഓ, ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ കാശ് ചെലവാക്കി കുറെ പേരെ ക്ഷണിക്കുകയൊക്കെ ചെയ്ത് വേണമെങ്കിൽ പാലുകാച്ചൽ നടത്താം. പക്ഷേ അത് ആളുകളുടെ കണ്ണു കൊള്ളാൻ വേണ്ടി ആവരുത്. എന്റെ അഭിപ്രായത്തില് അനുപമ ഒരിക്കലും പാല് കാച്ചി ഈ വീട്ടില് ഇനി ഒരു പാലുകാച്ചല് വേണ്ടെന്ന. ഇവിടെ വാടകക്കാരിയായി വന്നവള് ഈ വീടിന്റെ ഉടമസ്ഥയായില്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ആ, അങ്ങനെ ആലോചിക്കുമ്പോ ഭാനു അമ്മ പറഞ്ഞതുപോലെ കാശ് കളയാനുള്ള പാലുകാച്ചലൊന്നും ഇനി വേണ്ട. അനന്തം മാഷ് ഈ വീട് വാങ്ങിയ കാര്യം ആരറിഞ്ഞില്ലെങ്കിലും ഇന്ദ്രനും അവന്റെ അമ്മയും അറിയല്ലോ. അത് മതി. ആ, സുശീല ഇന്ന് നാട്ടിലുള്ള അമ്പലങ്ങളിലെല്ലാം ഈ വീടിന്റെ രജിസ്ട്രേഷൻ മുടങ്ങാൻ വഴിപാട് നടത്തിയിട്ടുണ്ടാവും. ഒടുവിലെല്ലാം ഭംഗിയായി നടന്നു എന്നറിയുമ്പോ സുശീലയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാതിരുന്ന അവളുടെ ഭാഗ്യം. ഈ ഹാർട്ട് അറ്റാക്കൊക്കെ നല്ല മനസ്സുള്ളവർക്കാ ഭാനുമേ വരുന്നത്. ഈ കരിങ്കല്ല് പോലത്തെ മനസ്സുള്ളവരൊന്നും പെട്ടെന്ന് കാലന്റെ കണ്ണിപ്പെടില്ല. ആ സ്ത്രീയെ അവര് നരകിച്ചേ മരിക്കും. നരകിച്ചു. ഇങ്ങനെ ചിരിക്കാനും മാത്രം എന്താ ഭാനുമ്മേ? അമ്പിളി ചേച്ചി എന്ത് തമാശ പറഞ്ഞേ? തമാശയൊന്നും അല്ല മോളെ, നിന്റെ അമ്പിളി ചേച്ചി അവളുടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞതാ.
എന്റെ ആഗ്രഹ ചേച്ചി, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. എന്റെ മാത്രം ആഗ്രഹമൊന്നും അല്ലതേ, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ സുശീൽ ആന്റി നരകിച്ചേ മരിക്കാവൂന്ന്. ഓ അതാണോ? അതൊക്കെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവോ ചേച്ചി? അവരിങ്ങനെ പന പോലെ വളർന്നോണ്ടിരിക്കല്ലേ. ആ അത് ശരിയാ. മോളെ, ആ മക്കളെല്ലാരും പാല് കുടിച്ചോ? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. ഒരാവശ്യമില്ല ഭാനുമേ. അവരെല്ലാരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ എല്ലാരും വലിയ സന്തോഷത്തിലാ. ആർച്ചമോളും ഭദ്രമോളും പാല് കുടിച്ചോടനെ ഉറങ്ങി. ലച്ചുമോളും വിച്ചുമോനും ദയയുടെ ഉണ്ണിക്കുട്ടനെ കളിപ്പിച്ചോണ്ടിരിക്കുക. അമ്പിളിയും ദയയും ഇനി വേണമെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കാൻ പൊയ്ക്കോ. അടുക്കളയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ വേണ്ടേന്ന് ഭാനുമ പറഞ്ഞാ മതി. ആ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി 2 കറികളും കൂടെ ഉണ്ടാക്കണം. രജിസ്ട്രേഷൻ കഴിഞ്ഞ് എല്ലാവരും വരുമ്പോഴേ ഊണ് കൊടുക്കണമല്ലോ. കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഭാനുമേ. വേണമെങ്കിൽ ഒരു തോരനും ഉണ്ടാക്കാം, പപ്പടവും കാച്ചാം. ആ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. ഒക്കെ ഞാനിപ്പോ എടുത്തു തരാം. ദാ മോളെ, മോൻ കരയുന്നു. ദേ കുഞ്ഞു കരയുന്നു, നീ അങ്ങോട്ട് ചെല്ല്. ഞാനും കൂടി ഇവിടുന്ന് വേഗം ഊണ് റെഡിയാക്കട്ടെ. ശരി ചേച്ചി. ആ ഇതങ്ങോട്ട് എടുത്ത് കഴുകി വെച്ചു. എന്താ ഇന്ദ്ര, നീ അന്വേഷിച്ചോ? രജിസ്ട്രേഷൻ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നടന്നു. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, ഒരു വഴിപാടിനും പ്രാർത്ഥനയ്ക്കും അത് തടയാൻ പറ്റില്ലെന്ന്. വെറുതെ ആ കാശ് നഷ്ടമായി. പോയതൊക്കെ പോട്ടെ ഇന്ദ്ര. നമ്മൾ പ്രതിരോധിക്കാത്തത് കൊണ്ട് അനുപമ ജയിച്ചു എന്ന് നമുക്ക് നാളെ തോന്നണ്ടല്ലോ. അതെ ഇന്ദ്ര, നമ്മൾ ജയിക്കുന്നത് വരെ നമ്മൾ പൊരുതും. പിന്നെ ഒരു വീട് സ്വന്തമായിട്ട് കിട്ടിയതുകൊണ്ട് അവള് നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഹർഷിനി സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. സോന ഇങ്ങോട്ട് വരാനിടയുണ്ട്. സത്യനെയും തിരിച്ചു വിളിക്കണം. പരാജയം വരുമ്പോൾ കൂട്ടത്തോടെ ആയിരിക്കും. സത്യനും സോനയും വന്ന് അമ്മയുടെ എൻ്റെ മുമ്പിൽ വെച്ച് ഹർഷയെ ഇറക്കി വിടുന്നതിന് മുമ്പ് ഹർഷ തന്നെ ഇറങ്ങുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിലും ഞാനും തിരിച്ചു പോണെന്ന് പറഞ്ഞല്ലേ ഇന്ദ്ര. ഞങ്ങളുടെ ഇന്ദ്രൻ വരുന്നത് കാത്തിരിക്കായിരുന്നു.